ഹായ് എവരി വൺ. സോ നമ്മളെല്ലാം ബിൽഡിങ്സ് ഒക്കെ കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ബിൽഡിങ്സ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പണിത് വരുന്നത്? യെസ്, അതിന് നല്ലൊരു ബേസ്മെൻറ്റ് ഉണ്ടാവണം അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. നമുക്ക് നല്ല ബേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കരിയറൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ്, അതുപോലെ JEE കീം എക്സാമുകൾ, അതുപോലെ നീറ്റ് എക്സാമുകളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ? അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യൻ്റ് അടിപൊളി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ബ്രോഷേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കൂടെ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അതിന് നിങ്ങൾക്കറിയാം എല്ലാവർക്കും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഓഫ്ലൈനായിട്ട് നമ്മുടെ ടെസ്റ്റ് നടക്കുന്നത് സെപ്റ്റംബർ 29ാം തീയതിയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം നടക്കുന്നുണ്ട്, അത് ഒക്ടോബർ 27ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു സിലബസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സിനെ അറിയാം, മിസ്സ് മാത്സ് ആണ് സബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫ്രാക്ഷൻ ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ കുറേ ഫ്രാക്ഷൻ ഓപ്പറേഷൻസ് ഉണ്ട്, ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഫ്രാക്ഷൻ നമ്പേഴ്സ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ ബിഗ്ഗർ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിക്കാം, സ്മോളർ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഈ ഇൻറ്റിജേഴ്സ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം ഇൻറ്റിജർ ഓപ്പറേഷൻസ് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ഉണ്ട്. അപ്പം പ്ലസും മൈനസും സൈനൊക്കെ വരും അല്ലേ? അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. അതുപോലെ ഇൻറ്റിജേഴ്സിൻ്റെ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് ആ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ ഡെസിമൽസ് ആണ്. അപ്പോൾ ഡെസിമൽസിൽ ഡെസിമൽ ഓപ്പറേഷൻസ് തന്നെയാണ് വരുന്നത്. കൂടാതെ നിങ്ങൾ ഡെസിമൽ എങ്ങനെയാണ്, ഡെസിമൽസിനെ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നിങ്ങളത് 7th സ്റ്റാൻഡേർഡ് തൊട്ടേ പഠിച്ചു വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ആംഗിൾസിനെ കുറിച്ചാണ്. അപ്പോൾ സപ്ലിമെൻ്ററി ആംഗിൾ, കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഒക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ ഒരു പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സിൽ വന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് അല്ലെ, ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഉണ്ട്, കോ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ വന്നിട്ട് നമ്മുടെ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ട്രയാങ്കിൾസ് ഏതൊക്കെ ടൈപ്പിലുള്ള ട്രയാങ്കിൾസ് ആണുള്ളത്, അതുപോലെ തന്നെ അവരുടെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്. നമുക്കറിയാലോ ആംഗിൾ സം പ്രോപ്പർട്ടി 180 ഡിഗ്രി ആണ് അല്ലേ നമ്മുടെ ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ സം എന്ന് വരുന്നത്. അപ്പം ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്. അതുപോലെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നുള്ള കാര്യം ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നിങ്ങൾക്കറിയാം ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്നുണ്ട്, ഐസോസിലസ് വരുന്നുണ്ട്, സ്കെയിലിയൻ ട്രയാങ്കിൾ, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഏതാണ് അവർ തമ്മിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ എന്തൊക്കെയാണ്, അവരുടെ ആംഗിൾസ് എങ്ങനെയൊക്കെയാണ്, സൈഡ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പം ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ ട്രയാങ്കിളിൻ്റെ കോൺഗ്രുവൻസി ആണ് ഡീൽ ചെയ്യുന്നത്. SAS, RHS, അതുപോലെ ASA, അങ്ങനത്തെ കുറേ നമുക്ക് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് പറയുന്നത്. നേരത്തെ പോലെ തന്നെ നമ്മുടെ ഇൻറ്റിജേഴ്സിലൊക്കെ പോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാനും സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെ നോക്കുക. നെക്സ്റ്റ് നമ്മുടെ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ആണ്. അതേപോലെ ഏതൊരു നമ്പർ തന്നാലും അതിൻ്റെ ക്യൂബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ക്യൂബിക് റൂട്ട് എങ്ങനെയാണ് കാണുക എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. അതൊരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ലോസ് ഓഫ് എക്സ്പോണൻസ് വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും അത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അപ്പം ഇപ്പോൾ A raised to m
ഇൻറ്റു എ റേസ് ടു എൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ് അല്ലേ. അതേപോലെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എം മൈനസ് എൻ ആണ്. ഇങ്ങനെ കുറേ ഫോർമുലാസ് ആണ് അതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ലാസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം അതിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്, നമ്മളിപ്പം നമുക്കൊരു വേർഡ് പ്രോബ്ലം തരികയാണ്, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. അപ്പം വൺ വേരിയബിൾ ആയിട്ടുള്ള ഇക്വേഷൻസേ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാത്സിലെ ടോപ്പിക്സിൽ വരുന്നത്. അപ്പം മാത്സ് എല്ലാവർക്കും തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.